രാമായണ മാസാചരണം ഭക്തിസാന്ദ്രമായി ആചരിച്ച് പ്രവാസികളും ദുബായിലെ വിവിധ ഹൈന്ദവ ഗൃഹങ്ങളിൽ മാറി മാറിയാണ് രാമായണ പാരായണവും കഥപറച്ചിലുമെല്ലാം നടക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമടക്കം കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ഒത്തുചേർന്നാണ് ഓരോ ദിവസത്തെയും രാമായണ പാരായണം. രാമായണ ശീലുകളാൽ മുഖരിതമാണ് പ്രവാസലോകവും. ഇടമുറിയാതെ പെയ്യുന്ന മഴക്കാലത്താണ് നാട്ടിലെ രാമായണ മാസമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇത് ചുട്ടുപൊള്ളുന്ന വേനലിലാണ്. ഇവിടെ ഓരോ ഹൈന്ദവ ഗ്രഹങ്ങളിലും കർക്കിടക മാസം രാമനാമജപങ്ങളുടെ നാളുകളാണ്. ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണെ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമടക്കം കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ഒത്തുചേർന്നാണ് ഓരോ ദിവസവും പാരായണം നടത്തുന്നത്. നാട്ടിലേക്കാളും കൂടുതലായിട്ട് വായന ഇവിടെയാണ് സത്യത്തിൽ നടക്കുന്നത്. നാട്ടിലും നമ്മൾ പിന്നെ ചെറുപ്പം മുതലേ രാമായണം അധ്യാത്മ രാമായണം വെച്ച് വായിക്കാറുണ്ട് കർക്കിടകം വരുമ്പോൾ. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതൊരു കൂട്ടായ്മയായിട്ട് നമ്മളെല്ലാവരും കൂടി നാട്ടിലേക്കാളും കൂടുതൽ ഇവിടെയാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. നാട്ടിലെ പോലെ തന്നെ രാമായണ മാസത്തിൽ മത്സ്യമാംസാദികൾ ത്യജിച്ച് വ്രതശുദ്ധിയോടെയാണ് ഓരോ പ്രവാസിയും രാമായണ പാരായണം ചെയ്യുന്നത്. ജോലി കഴിഞ്ഞുള്ള സമയമാണ് പാരായണത്തിനായി പ്രവാസികൾ മാറ്റിവെക്കുന്നത്. ഇവിടെ എത്തിയിട്ട് രാമായണം പാരായണം ചെയ്യാൻ തുടങ്ങിയവരും ധാരാളമുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ്, ഇവിടെ ഒരു 20 കൊല്ലത്തോളമായി. ഇപ്പോൾ ഓരോ കൊല്ലവും നന്നായി വരികയാണ്. അപ്പോൾ ഞങ്ങൾ ഈ രാമായണ മാസം ഞങ്ങൾ രാമൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്. കൂട്ടായ പാരായണം സംഘടിപ്പിക്കുന്നതിലൂടെ UAE-യിൽ ജനിച്ചു വളരുന്ന കുട്ടികൾക്ക് രാമായണ കഥകളും സന്ദർഭങ്ങളുമെല്ലാം മനസ്സിലാക്കാൻ കൂടി കഴിയുന്നുണ്ട്. നാട്ടിലേക്കാൾ ഭക്തിസാന്ദ്രമായാണ് പ്രവാസ ലോകത്തെ രാമായണ മാസാചരണം. ദുബായിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.